വീട് പെയിൻറ്റിങ് എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ് എങ്കിലും ആർട്ടിനേക്കാൾ ആവശ്യമാണ് വീട് പെയിൻറ്റ് ചെയ്തിടുക എന്ന് പറയുന്നത് മര്യാദ. ഓയിൽ ബേസ്ഡ് പെയിൻറ്റ്. അപ്പോൾ വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആണെങ്കിലോ വെറും വാട്ടർ ആയിരിക്കും. ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് പാസ് ചെയ്തേ. ഇത് ഓരോന്ന് വ്യത്യസ്തമാണേ. പെയിൻറ്റുകൾ വ്യത്യസ്തമാണ്. ഇതല്ല പെയിൻറ്റ് ഓരോന്ന് ഇവർ പറയുന്ന ഓരോന്നോരോന്ന് എഴുതണേ. ഈ ടൈൽ ഒട്ടിക്കുക എന്ന് പറഞ്ഞപ്പോഴേ ഇത് നിങ്ങളെ കാണിച്ചില്ലേ മോശമല്ലേ? സിമൻ്റ് അല്ല, സാധാരണ സിമൻറ്റ് എങ്ങനെയാണ് പാക്കറ്റിൽ വരണേ? എത്ര കിലോ എന്നറിയോ? കണ്ടിട്ടുണ്ടോ? 50 kg ആണ്. പോലെ അല്ല, കുറച്ച് കൂടിയ സാധനം. സെൻസ് മാറിക്കൊണ്ടിരിക്കും, പ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില ദിവസം ഒരു ദിവസം രാവിലെ എഴുന്നേക്കും തോന്നി ഈ ഭാഗം ഇത് പോരാ, റോസ് മതി എന്ന് തോന്നാം. അപ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല. കാര്യം എന്നറിയോ? പണിക്കാരനെ വിളിക്കണം, പിന്നെ വീട്ടിൽ നിന്ന് ആൾ താമസം മാറിയാലേ പണി നടക്കുകയുള്ളൂ. മറ്റങ്ങനെയല്ല, നിങ്ങൾക്ക് സ്പോഞ്ചാണ്. അപ്പോൾ ഇതിവിടെ ഇട്ടിട്ട് ഇത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പോളിഷ് ചെയ്ത് ഇത് പരുവായതായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് ടൈറ്റാവും. അപ്പോൾ ഇനി എത്രയാണ് ഇത്? 400. എന്താ വ്യത്യാസമെന്ന് നിങ്ങൾ തനിയെ മനസ്സിലായിക്കോളൂ. ഇടയ്ക്കോട്ട് കുത്തി കയറ്റി വെച്ചാൽ അത്ര പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പോകില്ല. അപ്പോൾ പിന്നെ ഇനിയും ഈ ബ്രഷ് വെച്ചാണോ പണിക്കിയിട്ട് ഉണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഹലോ സാർ. പ്രോജക്റ്റ് എഴുതാനുണ്ട്, അവൾ ഇന്ന് വന്നില്ലെന്നേ. സൈഡിലൊന്ന് തൂത്ത് കഴിഞ്ഞാൽ ആ ചാടി പോവില്ല, പിന്നെ ഫ്രീ ആയിരിക്കും. എന്താ ചോദിച്ചു മോനെ? ഇതാണ് ശ്രീകുമാർ സാറ്, ഞാൻ പറഞ്ഞ സാറ്, ഇവിടെയുള്ള സാറ്. അല്ല എടുത്തതാണ് പാഠാസൂത്രണം. 5-ാമത്തെ പേജ്, 3-ാമത്തെ പേജ്, 8-ാമത്തെ പേജ്, 7-ാമത്തെ പേജ്. അത് ആദ്യം. അപ്പോൾ ഇത് 1 പിന്നെ 2 1 2 3 4 നിൽക്കേ 5 6 7 8 9 10 11 1 2 1 2 3 4 5 6 7 8 9 10 11. ടേബിൾ ടെന്നീസിന് ഈ ടേബിള് നമുക്കേ 5 പറയുമ്പോൾ 2 ഇട്ടാൽ 5 ആവും. 9 കിട്ടണമെങ്കിൽ ആ ടൈം